അൽ നസർ ബാക്ക് ടു വിന്നിംഗ് ഡേയ്സ്. അവർ ആ ഒരു പഴയ വിജയക്കുതിപ്പിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആ അണ്ണന്റെ ആദ്യത്തെ ട്രോഫിക്ക് വേണ്ടി ഇനി അധികം വെയിറ്റ് ചെയ്യേണ്ട വരില്ല. പക്ഷേ അണ്ണൻ ഒരു പെനാൽറ്റി മിസ് ചെയ്തു ഗൈസ്. അതെന്താ പറയാ, ഹേറ്റേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിനുശേഷം എതിർ ടീമിന്റെ വക ഒരു ഗോൾ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടലി ഡൗൺ ആയെന്ന് വേണം പറയാൻ. ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ സംഭവങ്ങളാണ് നടന്നത്. പിന്നീട് 72-ാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു മാനയുടെ ആ ഒരു ഗോളിന് വേണ്ടി. ഒരു കിടിലൻ സമനില ഗോളായിരുന്നു. ആളുടെ ആ റൺ എടുത്ത് പറയേണ്ടതാണ്. കാരണം അത്യാവശ്യം ആ ഒരു ടൈമിൽ ഫുൾ എനർജിയിൽ ഓടി കവർ ചെയ്തു കയറി എന്നുള്ളതാണ്. ആൾക്ക് എന്തായാലും ഒരു ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. കാരണം അത്രയും കിടിലനായിട്ട് പുള്ളി ടീമിന് വേണ്ടി പെർഫോമൻസ് നടത്തുന്നുണ്ട്. പിന്നെ ജാവോ ഫെലിക്സ് ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് കളികൾക്ക് ശേഷം ആളുടെ എന്താ പറയാ ഒരു കിടിലൻ പെർഫോമൻസ് പുറത്തു വന്നിട്ടുണ്ട്. കാരണം എന്തോ 2 അസിസ്റ്റ് ഉണ്ടായിരുന്ന ആളുടെ ഭാഗത്തു നിന്ന്. ആ ഒരു ഓൺ ഗോൾ ആണെങ്കിലും ആളുടെ ഷോട്ട് എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ഷോട്ടായിരുന്നു അത്. പുള്ളിയുടെ ആ ഒരു വന്ന ടൈമിലുള്ള ആ ഒരു ഫോമിലേക്ക് പുള്ളി തിരിച്ചെത്തിയിട്ടുണ്ട്. അതെന്തായാലും ടീമിന് ഗുണം ചെയ്യും. കാരണം ആളുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ടോപ്പ് നോച്ച് ആണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അങ്ങനത്തെ ഒരു പ്ലെയർ തന്നെയാണ് ഫെലിക്സ്. ഒരു എന്താ പറയാ, ആളുടെ ആ ഒരു ഗോളാണെങ്കിലും കിടിലൻ തന്നെയായിരുന്നു. ആ ഒരു ഷോട്ട് എടുത്തു പറയണം. കാരണം അമ്മാതിരി പവർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എതിർ ടീമിന്റെ മേത്ത് കൊണ്ടുകൊണ്ട് ഒരു ഓൺ ഗോളായി മാറി എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് വന്ന ആ ഒരു ഗോളാണെങ്കിലും ഫെലിക്സിന്റെ ആ ഒരു ടച്ച് ഉണ്ട് അതിൽ, ആളുടെ അസിസ്റ്റ് ആയിരുന്നത്. സോ അങ്ങനത്തെ ഒരു കിടിലൻ ഗോൾ കൂടിയായിരുന്നു എന്ന് പറയാം. കാരണം ആളാ തിരിച്ച പാസ് കൊടുത്ത് പുള്ളിക്ക് വേണമെങ്കിൽ ഒരു ഫിനിഷ് ചെയ്യായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടെ എന്താ സിമ്പിൾ ആക്കി എന്നുള്ളതാണ്. ആളുടെ ആ ഒരു പെർഫോമൻസ് ഗംഭീരം തന്നെയായിരുന്നു. ലാസ്റ്റ് ആ ഒരു ഗോളോട് കൂടി എന്താ പറയാ ഒരു വിജയം ഉറപ്പിച്ചെന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു മാച്ച് ആയിരുന്നു. തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും ബാക്ക് ടു എന്താ പറയാ ആ ഒരു ഫോം തിരിച്ചെടുത്തു എന്നുള്ളതാണ്. ഫാൻസ് എന്തായാലും അതൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ബാക്ക് ടു എന്താ പറയാ 1ാം സ്ഥാനം നിലനിർത്തി എന്ന് പറയാം. അണ്ണനൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. നമ്മളെല്ലാരും കണ്ടാണ് സബ്ബായിട്ട് ഇറക്കണത്. സോ പുള്ളിക്ക് അധികം കുഴപ്പമില്ലാത്തൊരു ഇഞ്ചുറി ആണെന്ന് തോന്നുന്നു. അടുത്ത കളികളിൽ ചിലപ്പോൾ കളിക്കുമായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങനെ വരാത്തതാണ്. പുള്ളി ഇനി മിസ്സാവോ ഇല്ലയെന്ന് അറിയില്ല. അപ്പൊ എല്ലാരും കാത്തിരിക്കണേണ് പുള്ളിയുടെ ആ ഒരു തിരിച്ചറിവിനെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫാൻസ് എല്ലാരും പുള്ളി ഉണ്ടെങ്കിലേ കളി കാണാൻ ആ ഒരു എനർജി ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് ലമിൻ യമാൽ. ആളുടെ പെർഫോമൻസ് എന്താ പറയാ ഒരു 18 വയസ്സുകാരന്റെ പെർഫോമൻസ് അല്ല ആള് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ അതുക്കും മേലെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു പ്രൈം ടൈമിലാണ് ഇപ്പൊ പുള്ളിയുടെ ആ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. ഒരുപാട് മൂമെന്റ്സ് ഉണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ. ആളുടെ ഫിനിഷിംഗ് ആണെങ്കിലും ആ ഒരു ഹാട്രിക്കിൽ ലാസ്റ്റത്തെ ഗോളൊക്കെ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ആളെ ടീമിന് വേണ്ടി ആ ഒരു പെർഫോമൻസ് എന്താ പറയാ ഏത് ടൈമിലും പുറത്തോട്ട് ഇറക്കണ്ടെന്നുള്ളതാണ്. കാരണം അത്രയും ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ്. ഒരു ലാമാസിയ പ്രൊഡക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആളുടെ ട്രിബിളിംഗ് ആണെങ്കിലും ഡിഫെൻസീവിലും ആളുടെ ഭാഗത്തു നിന്നൊക്കെ എന്താ കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റാറ്റസിൽ കാണാം ആളുടെ പെർഫോമൻസ് ടോട്ടലി എന്താ പറയാ കീപ്പാസും ചാൻസ് ക്രിയേഷനും എല്ലാം ഉണ്ടെന്നുള്ളതാണ്. ലാസ്റ്റത്തെ ആ ഒരു ഗോള് ആ പെഡ്രിയുടെ ആ ഒരു പാസ് എടുത്ത് പറയണം. ആൾ ആ സബ്ബായിട്ട് വന്നതിന് ശേഷം ആ കൊടുത്തൊരു ബോൾ അത് ഇതുവരെ അങ്ങനെ കാണാത്ത ഒന്നാണ്. ഒരു കിടിലൻ എന്താ പറയാ 3-4 പ്ലേയേഴ്സിന്റെ ഇടയിൽ കൂടിയാണ് അത് കൊടുത്തതെന്ന് പറയാം. പിന്നെ യമാലിന്റെ ആ ഒരു ഫിനിഷിങ്ങും അതുപോലെയൊക്കെ കൊടുക്കാൻ നിലവിൽ പെഡ്രിക്കേ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കിടിലൻ പാസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയാ ടോപ്പ് നോച്ച് പാസ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയർ ആണ് ഫെർമിൻ ലോപ്പസ്. എന്താ പറയാ വളരെ അണ്ടർ റേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കിടിലൻ പ്ലെയർ ആണ്. അങ്ങനെ ആർക്കും എന്താ ഹേറ്റേഴ്സ് ഇല്ലാത്ത പ്ലെയേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലത്തെ ഒരു പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലായിടത്തും ഉണ്ട് ആള്. ആ ഒരു വമ്പൻ വിജയത്തിൽ പുള്ളിക്കും ഒരു പങ്കുണ്ടെന്ന് പറയാം. ടീം ടോട്ടലി എന്താ പറയാ അത്രയും ഒത്തൊരുമയോടെ കളിച്ചെന്ന് പറയാം. മൊത്തത്തിൽ ആ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അണ്ടർ ഹാൻസി ഫ്ലിക്ക് എന്താ പറയാ ഒരു ബീസ്റ്റാണ് ബാഴ്സലോണ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പുള്ളി അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ടോട്ടൽ ഫുട്ബോൾ ഇപ്പൊ കളിക്കുന്നുണ്ടെന്നുള്ളതാണ്.